നല്ലൊരു ഞായറാഴ്ചയാണ്. രാവിലെ ആയപ്പോൾ തന്നെ ഭയങ്കര ആഗ്രഹം ബാക്ക് യാർഡ് ഇറങ്ങി ഒന്ന് നടക്കണമെന്ന്. അപ്പോൾ നേരെ കിച്ചണിലേക്ക് വന്നപ്പോൾ നേരെ ഇറങ്ങി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു പൂവ് നോട്ടീസ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു വയലറ്റ് കളർ പൂവാണ്. നമ്മുടെ കണിക്കൊന്ന പോലെ ഉണ്ട്, പക്ഷെ മഞ്ഞ കളറല്ല, വയലറ്റ് കളറാണ്. മേ ബി അയർലൻഡിൻ്റെ വല്ല കണിക്കൊന്ന ആയിരിക്കാം അല്ലേ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അവിടെ ഈ അപ്പൂപ്പൻ താടിയില്ലേ, നമ്മൾ നാട്ടിലിങ്ങനെ ഊതി പറത്തി വിടുന്ന ആ സാധനമുണ്ട്. അതുകൂടാതെ ഈ വെള്ള കുഞ്ഞു പൂക്കളുണ്ട്, മഞ്ഞ കുഞ്ഞു പൂക്കളുണ്ട്. നമ്മൾ ചവിട്ടിയാൽ അത് ചതഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം അതിൽ നടക്കാൻ വേണ്ടിയിട്ട്, ചവിട്ടാതിരിക്കാൻ. ഭയങ്കര കുറേ പൂക്കളുകളുണ്ട് കേട്ടോ ഈ ബാക്ക് യാർഡ് നിറച്ചായിട്ട്. കണ്ടില്ലേ, നല്ല രസമാണ് ഈ പൂക്കൾ കാണാൻ. നല്ല സ്മെല്ലും ഉണ്ട്. നമ്മൾ അയർലൻഡിൽ എവിടെ നോക്കിയാലും ഈ ഒരു പൂക്കൾ സ്വന്തമായിട്ട് വളർന്നു വരുന്നതാണ്. എങ്ങനെയാണെന്നറിയില്ല. പിന്നെ ഈ പൂപ്പന്താടി ഇതെടുത്ത് പടർത്തിയിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യണല്ലേ ആ സാധനം തന്നെ, അത് അയർലൻഡിലും ഉണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ നേരെ അകത്തേക്ക് കയറിയപ്പോഴാണ് എനിക്കൊരാഗ്രഹം, എൻ്റെ കണ്ണിൻ്റെ ഒരു വീഡിയോ എടുത്താലോന്ന്. റീൽസ് ഫുൾ അത് മാത്രമാണല്ലോ ഉള്ളൂ. അങ്ങനെ എടുത്തതാണ്. ആരും കണ്ട് പേടിക്കണ്ട, എനിക്ക് തന്നെ കണ്ടിട്ട് അയ്യേ ഇതാണോ എൻ്റെ കണ്ണെന്ന് തോന്നിപ്പോയി. ആ ക്ഷീണങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ ആണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പാലില്ല, പാല് തീർന്നു. അപ്പോൾ ഗ്രീൻ ടീ മാത്രമേ ഉള്ളൂ. ഇനി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് വല്ലതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ. കവറൊക്കെ തൂക്കിയിട്ട് പോകുന്നത് നമ്മൾ ലിഡിലേക്കാണ്, സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ ഈ കവർ നിറച്ച് പാട്ടകളാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. നിറച്ച് കുപ്പികളാണ്. നമ്മൾ വെള്ളം കുടിക്കാനും അങ്ങനെയൊക്കെ വാങ്ങുന്ന കുപ്പികളാണ്. അപ്പോൾ ഈ കുപ്പികളിലൊക്കെ ഇവിടെ ഡിപ്പോസിറ്റ് ഉണ്ട്. അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൗച്ചർ കിട്ടും. ആ വൗച്ചർ വെച്ചിട്ട് നമുക്ക് സാധനം വാങ്ങാം. നമ്മൾ വാങ്ങുന്ന പൈസയിൽ നിന്ന് കുറച്ച് കുറയ്ക്കും. അപ്പം ഇങ്ങനെയാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്ന കാര്യം. അപ്പം എല്ലാ ഷോപ്പുകളിലും ഉണ്ട്. പക്ഷെ എല്ലാ കുപ്പികൾക്കൊന്നും ഡിപ്പോസിറ്റ് കിട്ടത്തില്ല, പക്ഷെ ചിലതിനൊക്കെ കിട്ടും. അപ്പം നമുക്കൊന്ന് പോയാലോ ലേബറിലേക്ക്. ബാ, കാക്കയും പ്രാവുകളും ഒക്കെയാന്ന് തോന്നുന്നു. നല്ല ക്ലൈമറ്റ്, നല്ല വെയില. ഇന്ന് സൺഡേ ആണ്. ഉച്ചയല്ല, 10 മണിയായിട്ടുണ്ട്. നമുക്കിനി സാധനങ്ങൾ വാങ്ങാനുണ്ട്. സാധനങ്ങൾ വാങ്ങാൻ വേഗം പോകണം. അപ്പം നമുക്ക് പോയാലോ. ഇവിടെ നിന്ന് നമ്മുടെ ലുവാസ് കയറിയിട്ടാണ് പോകുന്നത്. നല്ല വെയിൽ, കൊള്ളാം. പക്ഷെ ഞാൻ ഈ ജാക്കറ്റ് ഇട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പെട്ടെന്ന് ടാൻ അടിക്കും. എൻ്റെ ഒരു ഇപ്പോൾ സമ്മർ തുടങ്ങിയിട്ട് ഒരു 2 വീക്സ് എന്തോ ആയിട്ടുള്ളൂ, അല്ല 1 മന്ത് ആയി ഏകദേശം ആവുന്നു. അതിനുള്ളിൽ തന്നെ എൻ്റെ കൈ രണ്ടും ഫുള്ള് ടാൻ അടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് സമ്മർ ജാക്കറ്റാണ്. ഇത് ഞാൻ ടെസ്കോന്ന് എടുത്തതാണ്, ഡിസ്കൗണ്ടിൽ കിട്ടിയതാണ്. 10 യൂറോ 15 യൂറോ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അതിട്ടിട്ടെന്ന്. വെയിൽ വന്നുകൊണ്ട് ഇവിടെ നിറച്ച ആൾക്കാർ. ഇന്ന് പള്ളി പോകാൻ പറ്റിയില്ല, കാരണം എണീറ്റപ്പോൾ ലേറ്റായിപ്പോൾ. ഇവിടുത്തെ പള്ളിയിൽ 8 മണിക്കാണ്, 8 മണിക്കല്ല 9 മണിക്കാണ് കുർബാന. പക്ഷെ നമ്മൾ എണീറ്റപ്പോൾ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. പിന്നെ നേരെ വിചാരിച്ചു ലിഡിൽ പോയി സാധനം വാങ്ങാം, ഇല്ലെങ്കിൽ മാമ ഉണ്ടാകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമ്മൾ ലുവാസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ഈ ഓട്ടം കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ തന്നെ അവിടെ ചുറ്റുമുള്ളവർ നോക്കുന്നുണ്ടായിരുന്നു, ഈ പെണ്ണിനെന്താ പ്രാന്താണോ എന്ന്. കാരണം 2 കൈയിലും കവറും തൂക്കി പിടിച്ചിട്ടാണ് ഓടുന്നത്. ഭാഗ്യത്തിന് ഇനിയും 4 മിനിറ്റ് നമുക്ക് അവിടെ സമയമുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ലുവാസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഈ സൺഡേ സമയത്താണെങ്കിൽ നമ്മുടെ ഇവിടെ ലുവാസിൻ്റെ ടൈം ചേഞ്ച് ആകും. അതുപോലെ തന്നെ ബസ്സും കുറവുമായിരിക്കും. ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഓടി പിടിക്കുകയാണ്. ഇത് പോയി കഴിഞ്ഞാൽ ഇനി വീണ്ടും അരമണിക്കൂർ എങ്ങാനും നിൽക്കേണ്ടി വരും. അരമണിക്കൂറല്ല 10-15 മിനിറ്റ് നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഓടി അകത്ത് കയറി. ആൾക്കാരിന്ന് പൊതുവേ കുറവാണ്, സൺഡേ ആയതുകൊണ്ടായിരിക്കാം. എന്നാൽ ഈ പള്ളിയിൽ വന്ന് പോകുന്നവരൊക്കെ തിരിച്ച് ഈ ലുവാസിലായിരിക്കും കേട്ടോ കൂടുതലും പോകുന്നത്. നമ്മളിവിടെ എങ്ങനെ ഈ പാട്ടകൾ ശേഖരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്ത് പോകുമ്പോൾ മിക്കപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും വാങ്ങും. ഇപ്പോൾ പ്രത്യേകിച്ച് വെയിലും കൂടി ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി വാങ്ങും കേട്ടോ. എന്നാലും കുറവാണ്, നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കുറവാണ് വാങ്ങുന്നത്. എങ്ങാനും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏത് കുപ്പിയാണെങ്കിലും നമ്മൾ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയ കുപ്പി അതേപോലെ തിരിച്ച് കൊണ്ടുവന്നിട്ട് വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കും. പക്ഷേ എല്ലാ കുപ്പിക്കൊന്നും ഇത് ഡിപ്പോസിറ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലിഡിൽ പോണ വഴിക്ക് കാണുന്നത്, ഞാൻ പറഞ്ഞില്ല ഇവിടെ റോഡ് സൈഡ് നിറച്ച് പൂക്കളാണ്. ഈ ചന്നം പിന്നെ വളർന്നു നിൽക്കുക. അതും ഭയങ്കര ഭംഗിയുള്ള പൂക്കളാണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര കുറവല്ലേ, പക്ഷെ ഇവിടെ ഭയങ്കര ഭംഗിയുള്ള പൂക്കളാട്ടോ ഈ കാടിൻ്റെ നിറച്ച്. അതിന് ശേഷം തൊട്ടടുത്ത്, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഡിലെത്തും കേട്ടോ.
അപ്പം നമ്മൾ ലിഡിൽ എത്തിയിട്ട് നേരെ എൻട്രൻസിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ നമുക്ക് ഈ റീസൈക്കിൾ ചെയ്യുന്ന മെഷീന്. ആ മെഷീനിൽ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ കുപ്പി വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്ക്രീനിൻ്റെ അടുത്ത് തന്നെ എത്ര കൗണ്ട് ഉണ്ട്, എത്ര ഡിപ്പോസിറ്റ് കിട്ടും. ചില വലിയ കുപ്പികൾക്ക് കൂടുതൽ ഡിപ്പോസിറ്റ് ഉണ്ട്, ചെറുതിന് അതിനനുസരിച്ച്. സ്റ്റാർട്ട് ചെയ്യുന്നത് 15 സെൻറ്റിലാണ് അതിൻ്റെ ഡിപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ എല്ലാ കുപ്പികളൊന്നും റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. റീസൈക്കിളിൻ്റെ സിമ്പിളുള്ള കുപ്പികൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ ആ ഡിപ്പോസിറ്റും കൂടെ ചേർത്തിട്ടാട്ടോ ആ കുപ്പിക്ക് കൊടുക്കുന്നത്. അത് നമുക്ക് തിരിച്ച് കിട്ടും. ആ കുപ്പി തിരിച്ച് കൊണ്ടുപോയി ഇങ്ങനെ റീസൈക്കിൾ ചെയ്താൽ. എല്ലാ ലിഡിലും മാൾഡിയിലും ഡെൻസ് അങ്ങനത്തെ ടെസ്കോയിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട്. ഇവിടെയുള്ള എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മുടെ കയ്യിലാണ് ആക്ച്വലി കുപ്പികളുടെ എണ്ണം കുറവ്. ഞാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന പിള്ളേർ, കുഞ്ഞു പിള്ളേർ, അവരുടെ കയ്യിൽ 5-6 സഞ്ചി നിറച്ച് കുപ്പികളായിരുന്നു. അപ്പം നമുക്കൊരു വൗച്ചർ കിട്ടും കേട്ടോ. ഈ വൗച്ചറിലാണ് നമ്മൾ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്. അതായത് ഏകദേശം 4.30 €4.30 എനിക്ക് ഞാൻ അത്രയും കുപ്പികൾ കൊടുത്തിട്ട് കിട്ടിയത്. അപ്പം നമുക്കിത് ക്യാഷായിട്ട് കിട്ടത്തില്ല. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ഇത് കുറച്ച് തരും. അങ്ങനെ അപ്പോൾ വൗച്ചറൊക്കെ കൈ പിടിച്ചുകൊണ്ട് നേരെ ലിഡിലിൻ്റെ ഉള്ളിൽ കയറി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. നമ്മൾ ലിഡിലിൽ വന്നാൽ എപ്പോഴും പോണതാണ് ഈ സ്നാക്കിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ വന്ന എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ചോക്ലേറ്റ് കൊസാൻഡ് ആണ്. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെയാണ് അത് എടുക്കണേന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാൻ ആ സ്നാക്സൊക്കെ എടുത്തു കഴിഞ്ഞ് നേരെ പോയത് ഡിസ്കൗണ്ട് സെക്ഷനാണ്. എപ്പോഴും ലിഡിലിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ സെക്ഷൻ ഫസ്റ്റ് തന്നെ അവർ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറികൾ എടുക്കാനുണ്ടായിരുന്നു. കാരണം കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പച്ചക്കറികളും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ. നമ്മൾ സാധാരണ 5-6 സാധനം വാങ്ങാൻ വേണ്ടി പോയാലും 2 സഞ്ചി നിറച്ച് വാങ്ങിയിട്ടായിരിക്കും ഇറങ്ങുക. കാണുന്ന സാധനങ്ങളൊക്കെ എനിക്ക് വേണം. നിങ്ങളും അങ്ങനെയാണോ എന്ന് പറയണേ. എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇത് മേ ബി ആവശ്യം വരുമെന്ന് വിചാരിച്ചാണ് ഞാൻ സാധനങ്ങൾ എടുക്കുന്നത്. അതിന് ശേഷം നേരെ കയറി ബില്ല് ചെയ്യാൻ വേണ്ടി പോവുക. ഇവിടെ ഞാൻ സെൽഫിലായിരിക്കും കേട്ടോ കൂടുതലും ബില്ല് ചെയ്യാൻ, മറ്റത് ക്യൂ നിൽക്കേണ്ടി വരും. അങ്ങനെ ബില്ല് ചെയ്തിട്ട് ഞാൻ ആ വൗച്ചറും കൂടെ ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടു. ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഈ വൗച്ചർ സ്കാൻ ചെയ്യണ കാണിക്കാൻ മറന്നുപോയി. സാധാരണ നോർമലാണ്, അതായത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഈ വൗച്ചറും കൂടെ സ്കാൻ ചെയ്യും. അപ്പോൾ സാധനത്തിൻ്റെ പ്രൈസിൽ നിന്ന് നമുക്ക് എത്രയാണോ വൗച്ചറിലുള്ളത്, എനിക്ക് കിട്ടിയ 4.30 €4.30 കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്താൽ മതി. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് നേരെ ലുവാസ് കയറിയിട്ട് തിരിച്ച് പോവുകയാണ്. നല്ല വെയിലാണ്. ഞാൻ എന്താക്കി, ജാക്കറ്റിൻ്റെ തൊപ്പിയെടുത്ത് തലയിലിട്ട്. എന്നിട്ടും കാര്യമൊന്നുമില്ല, നല്ല രീതിയിൽ മുഖത്ത് വെയിലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ മരങ്ങളായതുകൊണ്ട് അത്ര വെയിലടിക്കത്തില്ല. വെയിലടിച്ച ടാൻ അടിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ വയ്യ. അതുകൊണ്ടാണ് മാക്സിമം എങ്ങനെയുമൊക്കെ വെയിൽ തട്ടാതെ പോകാൻ നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാഗട്ട്, ഞാൻ നിൽക്കുന്ന ഏരിയ. കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ സാഗട്ട് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പം ഈ കാണിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഇടുന്ന ബിന്നാണ്. ഇത് ഏകദേശം ഈ അയർലൻഡ് നിറച്ച് മുക്കിന് മൂലയിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിലായിരിക്കും മാക്സിമം ആൾക്കാർ ഇടുന്നത്, പുറത്തൊന്നും ഇടാതെ. അത് നല്ലൊരു കാര്യമാണ് ആക്ച്വലി. പിന്നെ ഇതെൻ്റെ പട്ടി ഷോ, അതായത് ഞാൻ ചെരുപ്പൊക്കെ ഇട്ടു. അയർലൻഡിൽ വന്നിട്ട് ഏറ്റവും മിസ് ചെയ്യണതിൽ ഒന്നാണ് നമ്മുടെ ചെരുപ്പ് ഇടാതിരിക്കുക എന്നുള്ളത്. നമ്മളിവിടെ ഫുള്ള് ഷൂസ് അല്ലേ, പുറത്തിറങ്ങിയ ഷൂ മാത്രമാണ്. അപ്പോൾ സമ്മറായി കഴിയുമ്പോൾ ഇവിടെയും സമ്മറിന് നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ ചെരുപ്പൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിടുമ്പോൾ ഭയങ്കര സുഖമാണ്. അതിന് ശേഷം ഞാൻ നേരെ വന്നിട്ട് ഫുഡ് കഴിക്കണം. രാവിലെ ഒന്നും കഴിച്ചില്ല, ഒറ്റ കട്ടൻ ചായയിലല്ല ഗ്രീൻ ടീയിൽ നിൽക്കുകയായിരുന്നു. അതിന് ശേഷം നേരെ വന്ന് നമ്മൾ വാങ്ങിച്ച കൊസാൻഡും മിവാടി വെള്ളവും കുടിച്ചിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹാൻഡ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് എൻ്റെ കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലിഡിൽ നിന്ന് തന്നെ ഒരു ഹാൻഡ് ക്രീം വാങ്ങും. അത്യാവശ്യം നല്ല ക്രീമാണ് കേട്ടോ. അതിന് ശേഷം നേരെ റൂമിൽ കയറി നമ്മുടെ ബാക്ക് യാർഡൊക്കെ ഒന്നവിടെ ചെക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ബാക്ക് യാർഡ് കാണാൻ സമ്മറും കൂടിയല്ലേ. ഇന്ന് നല്ലൊരു സൺഡേ ആയിരുന്നു എന്നല്ല. അപ്പോൾ സൺഡേ ആയിട്ട് ഇങ്ങനെ ചുമ്മാ പുറത്ത് വന്ന് നിൽക്കുകയാണ്. ഇന്ന് ഞാനിപ്പോൾ ഷോപ്പിങ്ങിന് പോയി, ലിഡിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് മടുത്ത് ലിഡിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നോർമലി വാങ്ങുമ്പോൾ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിലേക്ക് ഒരുമിച്ച് വാങ്ങുകയാണ് ചെയ്യുന്നത്.
ഒക്കെ വാങ്ങിച്ച് വന്നു കഴിഞ്ഞ് നല്ല ക്ഷീണമായിരുന്നു. വന്ന വഴി തന്നെ കഴിച്ച് അത് കഴിഞ്ഞിപ്പോൾ റൂമിലേക്ക് വന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരം റൂമിൽ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട്, പിന്നെ കുറച്ച് പഠിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ ന്യൂസ് കാണുന്നതാണ്. ഞാൻ ഇന്ത്യയിലേക്ക് പോകുകയെന്ന് തോന്നുന്നു. എന്നാണോ ഇന്ത്യയിലേക്ക് വരാൻ പറ്റുക കാണുന്നുണ്ടല്ലേ, എവിടേക്കാണെന്നൊന്നും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ന്യൂസൊക്കെ കണ്ട് എന്തുവാ ഇത് ആദ്യം നിർത്തി. ഈ വീഡിയോ ഞാൻ ആക്ച്വലി എടുത്തേക്കുന്നത് യുദ്ധം നടക്കുന്ന ടൈമിലുള്ളതാണ്, അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലേ, നമുക്ക് നമ്മുടെ ആൾക്കാർ സ്ട്രോങ് ആയി നിൽക്കാൻ, നമ്മുടെ ആർമി, നമ്മുടെ ബാക്കി എല്ലാവരും സ്ട്രോങ് ആയിട്ട് അതിനെ ഫൈറ്റ് ചെയ്ത് തീർത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അയ്യോ, ഏത് സമയവും ഇവിടെ ന്യൂസാണ്, എല്ലാവരും ന്യൂസ് തന്നെയായിരിക്കും. നമ്മളിപ്പം പണ്ടൊക്കെ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഫുള്ള് ന്യൂസ് ആയിരിക്കും, എന്തായി അപ്ഡേറ്റ്, എന്തായി, അതായത് ഫുൾ ടൈം 24 hours ലൈവൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടുത്തെയും എൻ്റെയും, അതായത് നമ്മൾ ഇപ്പോൾ അയർലൻഡിൻ്റെയും നാട്ടിലെയും ടൈം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു എത്ര മണിക്കൂറാണ്, 4.5 മണിക്കൂർ ഗ്യാപ്പുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്ക് ലൈവൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. അടിപൊളി എന്നല്ല, അറിയാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്നാലും നല്ല ടെൻഷനുണ്ട്, ഇതെവിടം വരെ എത്തുമെന്നുള്ളത് നോക്കിയിട്ട്. പിന്നെന്താണ് നിങ്ങളുടെ സൺഡേ ആയിട്ടുള്ള പരിപാടികളൊക്കെ എന്താണ്? എൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫൈനലി തീരുമാനിച്ചു ഗൈസ്, ഞാൻ മുടി വെട്ടാൻ പോവുകയാണ്. ഞാൻ ഷോർട്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഷോർട്ടാണ് ഇഷ്ടം. ഞാൻ വരുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ വളർന്നതേ ഇവിടെ എത്തി. പക്ഷേ അടിയൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. ഇനി മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കണമെന്ന് വിചാരിക്കണു, അറിയില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്കിവിടെ അയർലൻഡിൽ ആർക്കെങ്കിലുമൊക്കെ നല്ല സ്ഥലങ്ങൾ മുടി വെട്ടുന്ന നല്ല ഷോപ്പൊക്കെ അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ വർക്കുള്ള സമയത്ത് ഞാൻ വിചാരിക്കും, എന്തെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടി വീട്ടിലിരിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ്. അപ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഈ സാധനം ഞാൻ ലിഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആൾഡിയിലും ലിഡിലും ഒക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ മാങ്ങാപ്പഴം ഉണക്കിയതാണ് കേട്ടോ. മാങ്ങ ഉണക്കിയത് നല്ല ടേസ്റ്റാണ് ആക്ച്വലി. പക്ഷേ ഇത് കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു, ഓവർ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടിച്ചിട്ട് അങ്ങോട്ട് വരുന്നില്ല. പക്ഷേ ചില സാധനങ്ങൾ നമ്മൾ ആൾഡിയിൽ നിന്നൊക്കെ വാങ്ങിയത് നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങലുള്ളതാണ്, കാരണം മാങ്ങാപ്പഴം നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ ഈ സമയത്ത് മാങ്ങാ സീസൺ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിന് പുറത്തേക്ക് ആകാശവും നോക്കി കുറേ നേരം ഇരുന്നു. ഈ സമ്മർ ടൈം ആയതുകൊണ്ട് കൂടുതലും പുറത്ത് ആൾക്കാർ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കും കേട്ടോ. ഞാനൊരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, ഇതാണ് ആ സാധനം, വൈബ്രൻറ്റ് കാരമൽ എന്ന് പറഞ്ഞിട്ട്. ഏകദേശം തീരാനായിട്ട് ഇത്രയായി. ഇതിന് 17 euro എന്തോ ആയിരുന്നേ. അടിപൊളി സാധനമാണ്. ഏകദേശം ഒരു 6 hours എന്തായാലും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല സ്മെല്ലുമാണ്, അടിപൊളി സാധനമാണ്. സാറയിൽ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കാം കേട്ടോ, പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്നവർ. പിന്നെ ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ്. അതായത് ഇതിന് ശരിക്കും ഇതിൻ്റെ അതായത് ഡ്യൂപ്പ് ഇറങ്ങുമല്ലോ ഓരോ പെർഫ്യൂമിൻ്റെയും, വില കൂടിയ പെർഫ്യൂംസിൻ്റെ ഡ്യൂപ്പ് ഇറങ്ങുമല്ലോ. അപ്പോൾ അതിൽ 100 ചില്ലറ യൂറോൻ്റെ ഒരു പെർഫ്യൂമായിരുന്നു, അതിൻ്റെ ഡ്യൂപ്പായിരുന്നു ഇതിന് 17 euro ആണ്. അപ്പോൾ ഇത് നൈറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്, സാറ നൈറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ്, വൈബ്രൻറ്റ് കാരമൽ. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്പാണിത്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷേ നല്ല സ്മെല്ലുമാണ്. അപ്പോൾ പോണവരൊക്കെ ഒന്ന് നോക്കി നോക്കുക കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവക്കക്കാർ കുറേ പേരുണ്ട് കേട്ടോ. അതും പല രാജ്യത്തു നിന്ന് വന്നവരാണ്. അവരിടയ്ക്ക് ഈ പുറത്ത് സമ്മർ ടൈമിൽ വന്നിരുന്നിട്ട് ഈ ബാർബിക്യൂ ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് ബാർബിക്യൂ ചുടുക, പിന്നെ ഒരുമിച്ചിരുന്ന് പാട്ട്, ഡാൻസ്, വർത്താനമോ അടിപൊളിയായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞങ്ങൾ തന്നെ ഇങ്ങനെ പറയും, ഞങ്ങളെ അയൽക്കാരല്ലേ, ഞങ്ങളെയും കൂടെ ഇങ്ങനെ വിളിച്ചുകൂടെയെന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അവരങ്ങനെ വിളിക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. നേരെ വന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ പൊറോട്ട ഇരിക്കുന്നുണ്ട്. പൊറോട്ട ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടും. ഇത് കേരള പൊറോട്ടയാണ്. അപ്പോൾ ഫ്രോസൺ ആണ്. നേരെ വന്നിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കുന്ന രീതിയിൽ ഒപ്പിക്കാം, മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ നാടിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഇല്ല. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആ കറി ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കണം. അപ്പോൾ 2 പൊറോട്ട എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സാധാരണ ഞാൻ വാങ്ങുന്നത് പറാത്ത എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമാണ്. പൊറോട്ടയല്ല, ഈ ഹിന്ദിക്കാരുടെ പൊറോട്ട കേട്ടോ. അത് അത്യാവശ്യം നല്ല സാധനമാണ്. അതിൽ ഒരു പാക്കറ്റിൽ തന്നെ 20 മേലെ ഉണ്ടാവും. 6 euro അങ്ങനെ എന്തോ ഉള്ളൂ. കേരള പൊറോട്ട വെച്ച് നോക്കുമ്പോൾ അതാണ് കുറച്ചും കൂടെ സോഫ്റ്റുമാണ്, തിന്നാനും നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. അതിന്
ശേഷം ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ മാംഗോ ഉണ്ട്, എന്നാൽ ലസ്സി അടിച്ചാലോ. ഇത് ഫ്രോസൺ മാംഗോ ആട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഷേക്ക് ഉണ്ടാക്കും, ജ്യൂസ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ് ലസ്സി ഉണ്ടാക്കും. അപ്പോൾ അതിൽ യോഗട്ട് ഇട്ടും, വേറെ ഒന്നും വ്യത്യാസമില്ല. അതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ, സൺഡേ അല്ലേ. അപ്പോൾ നേരെ കയറിയപ്പോൾ പ്രോൺസ് നമ്മൾ ഇന്ന് ലിഡിലിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രോൺസ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. ഈ പ്രോൺസിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. അതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതിനുശേഷം കുറച്ച് നാരങ്ങ നീര് വീണ്ടും വേണമെങ്കിൽ, അല്ലെങ്കിൽ വിനാഗിരി ചെയ്തിട്ട് മിക്സാക്കി എടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഞാൻ വെച്ചതിന് ശേഷം വീണ്ടും ഫ്രൈ ചെയ്തെടുക്കും. എനിക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഇഞ്ചി, മറ്റേ വെളുത്തുള്ളി അതൊക്കെ ചേർത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ വഴറ്റി വരും. അതിലേക്ക് ഉള്ളി എരിഞ്ഞിട്ടിടും. പിന്നെ കുറച്ച് നമ്മുടെ മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് അതിന് മേലേക്ക് കുറച്ച് തക്കാളി ഇടും. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വേവിച്ചും. ഇതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഫ്ലോപ്പായിട്ടൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കി ഫ്ലോപ്പായ ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പാറാണ്. അത് എന്നെയും കൊണ്ട് നടക്കണില്ല, എന്നോട് പറ്റുന്നില്ല. അപ്പം ഞാൻ വേഗം പ്രോൺസൊക്കെ ഉണ്ടാക്കി. അതിന് ശേഷം ഞാൻ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പപ്പടം. ആഹാ, ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം എനിക്ക് അടുക്കളയിൽ കയറി ഉണ്ടാക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നുന്നുണ്ട്, എപ്പോഴും തോന്നില്ല. ഇന്നത്തെ ദിവസവും ഇവിടെ എൻ്റെ ആവാണ്. ഇനി പോയി കിടന്നുറങ്ങണം. സമയം ഇപ്പോൾ 11 മണിയാവാൻ പോണു. നാളെ രാവിലെ എണീക്കണം, എന്തൊക്കെയൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ നല്ല രീതിയിൽ പോയി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സജഷൻസ് പറയണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം, നമ്മൾ ആ വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോ, ഞാനും ഉറങ്ങാൻ വേണ്ടി പോവുക. ഇപ്പം നാട്ടിലാണെങ്കിൽ ഇപ്പോൾ 11 മണിയായി, 12, 1, 2, 3:30 ആയിട്ടുണ്ടാകും. 4:30 മണിക്കൂറിൻ്റെ ഡിഫറൻസ് അല്ലേ. അങ്ങനെ മുഖത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ വന്നു കിടക്കാൻ പോവുക. നല്ല ഫുഡായിരുന്നു, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, പ്രോൺസൊക്കെ നല്ല സൂപ്പറായിരുന്നു. അതെ, അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനി നേരെ വെള്ളം കുടിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ ബൈ.